Love isn't the best place to find the level, so the bar is where I go. Me and my friends at the table doing shots, drinking fast and then we talk slow. ഞങ്ങളിത് ആമീൻ്റെ മുടി മൊട്ടയടിക്കാൻ പോവാണ്. ആൾ ഭയങ്കര പ്രതീക്ഷയിലൊക്കെയാണ്. അപ്പോൾ ഇനി എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാൻ നോക്കാം. എവിടെയും പോവാന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഓടിച്ചാടി വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പാർലറിനുള്ളിൽ കയറി അവളവിടെ ഇരുത്തി. അവളവിടെ ഇരുന്ന് പിന്നെ ഒരു തംസപ്പൊക്കെ തന്ന്. ഫസ്റ്റ് ടൈമാണ് ആമി ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലറിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേടി കൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ച പോലെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. നല്ല കുട്ടിയായിട്ടിരുന്ന് ഹെയർ ഫുൾ കട്ട് ചെയ്ത് കഴിയുന്നവരെ നല്ല കുട്ടിയായിട്ടിരുന്നു. ആദ്യമൊന്നും ആൾക്ക് എന്താ സംഭവിക്കുകയെന്ന് മനസ്സിലാവായിട്ടാന്ന് തോന്നുന്നു. നല്ല ചിരിയൊക്കെ ആയിരുന്നു. പക്ഷെ മെല്ലെ മെല്ലെ കാര്യം മനസ്സിലായി തുടങ്ങിയപ്പോൾ ആളെ മുഖത്തെ ഭാവമൊക്കെ മാറി തുടങ്ങി. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ബാക്കിലുള്ള മുടി പോകുന്നത് ആൾ കാണാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ മുന്നിലേക്കുള്ള മുടി പോയി തുടങ്ങിയപ്പോൾ ആളെ മുഖത്തെ ഭാവമൊക്കെ മാറി. ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ, നീ തീർന്നടാ, നീ തീർന്നു. അങ്ങനെ ആൾ ഹെയർ കട്ടൊക്കെ ചെയ്ത് ഇറങ്ങി. പ്രത്യേകിച്ച് ഒരു റിയാക്ഷൻ ഒന്നും ഇല്ല. ആരും മുഖത്തേക്കൊന്നും നോക്കുന്നില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ആമി ഐസ്ക്രീമിന് വാശി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ള ബേക്കറിയിൽ പോയി ഷേക്ക് ഓർഡർ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആൾ ക്യാമറയിലൊക്കെ നോക്കി ഭയങ്കര പോസൊക്കെ ചെയ്ത് കുറേ നേരം ക്യാമറയിലൊക്കെ നോക്കിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മുടിയൊക്കെ ഒന്ന് തൊട്ട് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇരുന്നിരുന്ന് മെല്ലെ മെല്ലെ ആൾക്ക് ബോറടിക്കാൻ തുടങ്ങി. ആൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് അവിടെ ഇവിടെയായിട്ട് നടന്ന് കളിച്ചു. അങ്ങനെ കുറേ ഇരുന്നിരുന്ന് ആൾക്ക് ബോറടിച്ച് ആൾ മെല്ലെ അവിടെ ഒരു സൈഡിൽ പോയി അവിടെ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെയ്ക്ക് കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് ആൾ വേഗം വന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. ഷേക്കൊക്കെ കുടിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയപ്പോൾ തന്നെ ആമി എല്ലാവരോടും ചോദിക്കുകയാണ് കാണാൻ ഭംഗിയുണ്ടോ, എങ്ങനെയുണ്ടെന്നൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആളൊരു ബൈ പറഞ്ഞ് ഒരു ഫ്ലൈങ് കിസ്സൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.